ഹലോ ഫ്രണ്ട്സ്, AG പ്ലസ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. ഡയറി റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലായിട്ട് ഏക് നസർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് നോക്കാം. एकांत श्रीवास्तव ने अपने आत्मकथांश में ज़मीन बेचने को विवशा पिता की पीड़ा को कविता का रूप दिया है. തൻ്റെ ആത്മകഥയിൽ ഏകാന്ത് ശ്രീവാസ്തവ ഭൂമി വിൽക്കാൻ നിർബന്ധിതനായ പിതാവിൻ്റെ വേദന കാവ്യാത്മകമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. पिता के लिए वह ज़मीन सिर्फ एक ज़मीन नहीं थी, अपने हृदय का टुकड़ा था. പിതാവിന് ആ ഭൂമി വെറുമൊരു ഭൂമിയല്ലായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണമായിരുന്നു. रजिस्ट्री के कागजात पर हस्ताक्षर करते हुए पिता को मिट्टी की गिली सुगंध की याद आती है. രജിസ്ട്രി പേപ്പറുകൾ ഒപ്പിടുമ്പോൾ പിതാവിനെ മണ്ണിൻ്റെ നനഞ്ഞ ഗന്ധം ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. ചിലെ ഉയെ കുട്നോപ്പർ ധൂൽ ഓർ രക്തക്കെ മേൽക്ക് യാദാത്ത ഹെ. എൻ്റെ തൊലിയുന്ന കാൽമുട്ടുകളിൽ പൊടിയും രക്തവും കൂടി ചേർന്നത് ഞാൻ ഓർക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. नेस्टलैन उसे गुद लगता है कि इस व्यापारी जगत में वह कटकर गिरे हुए पेड़ के समान मूल्यहीन बन गया है. ഈ കച്ചവട ലോകത്ത് വീണുപോയ ഒരു മരം പോലെ താൻ ഒരു വിലകെട്ടവനായി മാറിയെന്ന് അയാൾക്ക് തന്നെ തോന്നുന്നു. പിതാക്കു ലഗ്താ ഹെ കി വേ ബർസാത് മേ ബർസ്കർ റിതനെ വാലെ ബാദൽ की तरह नगण्य बन गए हैं और जमीन के नाम पर अपने सपनों से भरी दोनों आंखें बेच रहे हैं. നഗണ്യ മീനിങ് നിസാരമായ. ഇവിടെ അർത്ഥമാക്കുന്നത് മഴക്കാലത്ത് മഴ പെയ്യുകയും വരണ്ടു പോവുകയും ചെയ്യുന്ന ഒരു മേഘം പോലെ താൻ നിസാരനായി മാറിയെന്നും ഭൂമിയുടെ പേരിൽ തൻ്റെ 2 കണ്ണുകളും സ്വപ്നങ്ങൾ വിൽക്കുകയാണെന്നും പിതാവ് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.